Friends, Assalamu alaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല എരിവുള്ളൊരു സ്നാക്കാണിത്. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. കുറച്ച് ടൈം ഉണ്ടാവും, കാരണം ഇതിൻ്റെ മാവൊന്ന് പൊങ്ങി വരാൻ ടൈം മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് 1 കപ്പ് റവ നമുക്കൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. കാരണം അതിൻ്റെ തലതെരിപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ബ്ലെൻഡ് ചെയ്തെടുക്കണം. കുറച്ച് തരിപ്പരിപ്പുണ്ടാവും, എന്നാലും മാക്സിമം പൊടിച്ചെടുക്കുക. നമുക്കതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഈ ഒരു റവയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് മൈദ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിലേക്ക് 1/2 കപ്പ് മൈദയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കേണ്ടതാണ് ഈസ്റ്റ് പൊങ്ങാൻ വെക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പാൽ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊങ്ങാൻ മാറ്റി വെക്കാം. ഇത് പൊങ്ങിയിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് പൊങ്ങിയിട്ട് 10 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പൊങ്ങിയത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പൊടിയിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ സ്പൂൺ ചെയ്യുന്ന നിങ്ങൾ വേണമെങ്കിൽ കൈകൊണ്ട് ചെയ്താലും മതി. കൈകൊണ്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് എല്ലാ ഭാഗത്തേക്കും എത്തി കിട്ടും. നമുക്ക് നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ചേർക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും, അത് കാരണമാണ് ഞാൻ പാൽ ചേർത്തത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, മറക്കരുതേ. പിന്നെ അത് പാൽ കൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം. പാൽ കൊണ്ട് കുഴച്ചെടുക്കാൻ ഉപകാരമുള്ളത് നല്ല പോലെ സോഫ്റ്റായി കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് പാൽ 1/2 കപ്പ് പൊങ്ങാൻ വേണ്ടി വെച്ചാൽ പിന്നെ ബാക്കി വെള്ളം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലൂസ് പോലെ തോന്നും, അതൊന്നും പ്രശ്നമല്ല. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. ഒരു 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഓയിൽ ഇത് ലൂസായി തോന്നിയാലും കുഴപ്പമില്ല, നമ്മളിത് പൊങ്ങാൻ വെക്കുമ്പോൾ റവയല്ലേ, അപ്പോൾ കുറച്ചുകൂടി കട്ടിയായിക്കോളും. ഇനി ലൂസായാലും കുഴപ്പമൊന്നുമില്ല, പൊങ്ങുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റായി കിട്ടും. അത് നിങ്ങളിതിലേക്ക് അധികം പൊടിയൊന്നും ചേർക്കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ മതി. ലൂസായാലും കുഴപ്പമൊന്നുമില്ല. നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബൗളിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാൻ കാരണം നമ്മൾ പൊങ്ങി വരുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സവാളയുടെ ഫില്ലിംഗ് മാത്രം യൂസ് ചെയ്യാം. സവാള ഫില്ലിംഗ് യൂസ് ചെയ്യണമെങ്കിൽ സോയ സോസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ യൂസ് ചെയ്യണം. ഇവിടെ ഒന്നും അവൈലബിൾ അല്ല, ഒക്കെ പുറത്ത് പോയി വാങ്ങണം. ലോക്ക്ഡൗൺ കാരണം ഒന്നും പുറത്ത് പോയി വാങ്ങാൻ പറ്റില്ല, വീട്ടിൽ ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളുമായി വീഡിയോ ഷെയർ ചെയ്യേണ്ട, അതുകൊണ്ടാണ് ഞാനിവിടെ വേറൊരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു പൊട്ടറ്റോ ഫില്ലിംഗ് ആണ്. അതിനായിട്ട് 2 മീഡിയം സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഇത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ഫില്ലിംഗ് വേണമെങ്കിൽ വെക്കാം. ചിക്കൻ വെക്കാം, ബീഫ് വെക്കാം, എന്തായാലും കുഴപ്പമില്ല. ഞങ്ങളുടെ പൊട്ടറ്റോ ആണ് വെക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ മസാലയ്ക്ക് വേണ്ട ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഡോലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് കൂടുതൽ നമുക്കിത് കഴിക്കാൻ അത്ര ടേസ്റ്റി ആയിട്ട് തോന്നില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് കുറച്ച് എരിവുള്ള അതുകൊണ്ട് തന്നെ 1 ചേർക്കുന്നുള്ളൂ.
പിന്നെ ഇതിലേക്ക് ഒരു അര മുറി തക്കാളിയും പിന്നെ മാഷ് ചെയ്ത പൊട്ടറ്റോയുമാണ്. ഒരു 2 മീഡിയം സൈസുള്ള പൊട്ടറ്റോ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, കാരണം എരിയുള്ള ഒരു സ്നാക്കല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ പെരിഞ്ജീരകവും പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ടേസ്റ്റി ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴത്തേന് നമ്മുടെ ഡോ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റ് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല പോലെ പൊങ്ങിയിട്ടുണ്ട്. നമ്മളിത് 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഡോ ഇനി 2 ബോൾസ് ആയിട്ടും ഒരു വലിയ ബോളും ഒരു ചെറിയ ബോളും ആക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ വലുതൊന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഏതിലാണോ നമ്മളിത് ഉണ്ടാക്കുന്നത് ആ ഒരു പാൻ വെച്ച് അതിൻ്റെ അളവിൽ വേണം ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ആ ഡോ വെക്കുന്നതിന് മുമ്പ് കുറച്ച് ഓയിൽ ഗ്രീസ് ഇട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ ഫില്ലിംഗ് വെക്കുക, എന്നാൽ നമുക്ക് കഴിക്കാനുള്ള ഫില്ലിംഗ് നമുക്ക് നേരത്തിൽ കിട്ടുള്ളൂ. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എരിവാണെങ്കിൽ കുറച്ചേക്കാം, പക്ഷെ ഇതിൽ എരിവുണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് അധികം ഉണ്ടാവുള്ളൂ. ഇനി മറ്റൊരു ഡോ കൂടി നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഈ പരത്തിനേക്കാളും കുറച്ചുകൂടി ചെറുതായിട്ട് വേണം ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫാണെന്ന് തോന്നും, പക്ഷെ ചെയ്തെടുക്കുമ്പോൾ വളരെ ഈസിയാണ്. നമുക്കൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാനിലേക്ക് വെച്ചെടുക്കാം. ഈ നേരത്തെ മടക്കിയതിൻ്റെ മുകളിലായിട്ടൊന്ന് നമുക്ക് വെള്ളം കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്, എന്നാലുള്ളൂ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. വെള്ളം കൊണ്ടൊന്ന് ഇതാക്കിയാൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. താഴത്തെ ഡോ നമുക്കൊന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് മടക്കി വെക്കാം. ഇതുപോലെ വെക്കുകയാണെങ്കിൽ അതൊന്ന് പൊങ്ങി വരും. അതുകൊണ്ട് തന്നെ ഞാനൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അത് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുബൂസ് ചിലപ്പോൾ പൊങ്ങി വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. നമുക്ക് അതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ ഒരു കത്തി വെച്ച് നേരത്തിലൊന്ന് കുത്തി കൊടുത്താലും മതി. പൊങ്ങി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് ഫ്ലാറ്റ് മോഡലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ പൊങ്ങി കിട്ടില്ല. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതും ചൂടായതിനു ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ നേരത്തെ ഡോ വെച്ച പാൻ വെക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, വെന്ത് കിട്ടില്ല. ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് അടിഭാഗം നല്ല പോലെ ക്രിസ്പി ആയി കിട്ടണമെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ ടൈം പറയുന്നില്ല, കാരണം എല്ലാവരും ഫ്ലെയിം ഒരുപോലെ ആയിരിക്കില്ല, അതുകൊണ്ട് ടൈം പറയുന്നില്ല. പിന്നെ 4 ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അധികം അടി പിടിക്കില്ല. എന്നാലും ഒരു ഡൗട്ട്. ഒരു സ്പൂൺ ഇങ്ങനെ അയക്കാനാണ്, അടിയൊക്കെ ഇങ്ങനെ പൊയ്ക്കോളും എണ്ണ. ഇതുപോലെ തന്നെ 2 ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗം അധികം ഫ്രൈ ആയി കിട്ടിയിട്ടില്ല, പെട്ടെന്ന് എടുത്തുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുകൾ ഭാഗം നല്ല ഫ്രൈ ആയിട്ട് എടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. കുറച്ച് ഡോ ആദ്യം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ അത് ഷെയർ ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.